ിന്റെ ഒരു വാക്ക് കാര്യങ്ങളെ കീഴ്മേൽ മറിക്കും. സ്തോത്രം. മരുഭൂമിയിൽ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനം 3 ദിവസം, സ്തോത്രം, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. സ്തോത്രം. അവിടെ പറയുന്നത് മരുഭൂമിയാണെന്നാണ് പറയുന്നത്. സ്തോത്രം. മരുഭൂമിയിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ യേശു ചോദിച്ചു, എന്തുണ്ട് ഇവിടെ? സ്തോത്രം. അതിലേക്ക് ഞാൻ കയറുന്നില്ല. എന്തുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, 5 അപ്പവും 2 മീനുമുണ്ട്. സ്തോത്രം. മതി എന്ന് പറഞ്ഞു. സ്തോത്രം. ആ അല്പത്തെ തുച്ഛീകരിക്കാൻ ആർക്ക് കഴിയും? ഇതുകൊണ്ട് എന്ത് നടക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മരുഭൂമിക്കകത്താണെങ്കിലും ഞാൻ പറയട്ടെ, ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മതി, കർത്താവിൻ്റെ ഒരു വാക്കുണ്ടെങ്കിൽ മതി. തിന്നിട്ട് 12 കൊട്ട ശേഷിപ്പിച്ചെടുക്കത്തക്കവണ്ണം ശേഷിപ്പ് കൽപ്പിക്കുന്ന ദൈവമാ. ഇതേ സംഭവം തന്നെ വീണ്ടും. ഇത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ അടുത്ത സംഭവം. സ്തോത്രം. അതെവിടാന്നറിയോ? മരുഭൂമിയല്ല, അത് കാട്ടിൽ ജനം വിശന്നിരിക്കുക. എന്തു ചെയ്യും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അന്നേരം പറഞ്ഞു, 7 അപ്പവും കുറച്ച് ചെറു മീനുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 7 അപ്പവും ചെറുമീനും. സ്തോത്രം. ഹല്ലേലൂയ. 7 അപ്പവും കുറെ ചെറുമീനുമുണ്ട്. ഞാൻ പറയട്ടെ, മരുഭൂമിയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നീ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടോ? അവിടെ സാധ്യതകളെ തുറന്നു വരും, അവിടെ സാധ്യതകളെ തുറന്നു കൊടുക്കും. കർത്താവിൻ്റെ ഒരു വാക്കുമതി, അടഞ്ഞ വഴികൾ തുറക്കപ്പെടും, സാധ്യതകൾ തുറക്കപ്പെടും. അത് മരുഭൂമിയാണെങ്കിലും തുറക്കും, അത് കാട്ടിലാണെങ്കിലും തുറക്കും, അത് വീട്ടിലാണെങ്കിലും തുറക്കും.